നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഒരു പന്നിയുടെയാണ്, ഒരു പന്നിക്കുട്ടിയുടെ. ഈ കഴിഞ്ഞ ബക്രീദ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെയും 1-2 ദിവസം ബക്രീദ് നമ്മുടെ മുസ്ലിം സഹോദരൻ ആഘോഷിക്കട്ടെ. അതിഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. കഴിഞ്ഞൊരു ബക്രീദിന്, ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ബക്രീദിന് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ, നമ്മുടെ കേരളത്തിലുള്ള ആളുകളല്ല കേട്ടോ, ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ ചെയ്തൊരു നല്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ തീരുമാനിച്ചു ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ വളർത്തുന്ന കന്നുകാലികളെ ഞങ്ങൾ വാങ്ങിക്കുന്നില്ല, അവരെയൊക്കെ ഞങ്ങൾ വിൽക്കുന്നില്ല. ഞങ്ങൾ ഇപ്രാവശ്യം ഈ കന്നുകാലികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശു, ഒപ്പം തന്നെ പോത്ത്, എരുമ, ഈ ജാതി മൃഗങ്ങളെ, കാള, ഇമാതി മൃഗങ്ങളെ ഞങ്ങൾ അറക്കുന്നില്ല, ഞങ്ങൾ ആടുകൾ അറക്കാം എന്നവർ പറഞ്ഞു. എന്തു വെച്ച് കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ പേരിലാണ് അവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ കൊല്ലപ്പെടുന്നത്. അവർക്ക് ഈ പശുവിനോട് സ്നേഹം ഉണ്ടായിട്ടില്ല. പശു അവർക്കൊരു ആയുധമാണ്. മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനും മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാനും അവരെ കൊന്നുകളയാനുള്ള ഒരു ആയുധം ആയിട്ടാണ് ഇപ്പോൾ അവർ ഈ പശുവിനെ ഉപയോഗിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്, എന്തു വേണ്ട, എന്നാൽ ഞങ്ങൾ ഇനി ഈ ഒരു മൃഗത്തെ ഞങ്ങൾ കൊല്ലുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അതിന് വാങ്ങിക്കുന്നില്ല, നിങ്ങൾക്കാർക്കും വിൽക്കുന്നില്ല എന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഒരു ആളുണ്ട് കേട്ടോ, അയാളുടെ പേര് പ്രൊഫസർ അപൂർവാനന്ദ് എന്നാണ്. അദ്ദേഹം ഒരു പ്രൊഫസറാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, BJPക്ക് പശു സംരക്ഷണം എന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം നടത്താനുള്ള ഒരു കാരണം മാത്രമാണ്, നത്തിങ് എൽസ്. ഇത് വേണമെങ്കിൽ പറയാം. ഇത് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനൊരു സംഗതി പറഞ്ഞത് അപൂർവാനന്ദ് എന്ന് പറയുന്ന മനുഷ്യനാണ്, ഹിന്ദുവാണ്. ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസറും കോളമിസ്റ്റുമാണ് അദ്ദേഹം. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇത് പശുവിനെ സംരക്ഷിക്കുക എന്നല്ല ഒരു ഉദ്ദേശം, മുസ്ലിങ്ങളെ ആക്രമിക്കുക എന്ന് മാത്രമാണ്. ഇതെന്തായാലും അവിടുത്തെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർ ഹിന്ദുക്കളുടെ ഇതൊന്നും വാങ്ങിക്കില്ല തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളെ, നമുക്ക് കൃത്യമായിട്ട് അറിയാം, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ന്യൂനപക്ഷം ഒരിക്കലും അവരെ ജീവനെ പണയപ്പെടുത്തുന്ന പരിപാടി ഒന്നും അവർ ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ ഈ തീവ്ര ഹൈന്ദവത ആളുകളൊക്കെ ആരോപിക്കുന്നത്, ഇവർ ബീഫിന്റെ പേരിൽ ഗോമാതാവിനെ ഉപദ്രവിക്കുന്നതാണ്. ഗോമാതാവ് അതാണ് ഇപ്പോൾ ഒരു പശുവർക്ക് അമ്മയാണ്. അപ്പോൾ ശരി, ഗോമാതാവിനെ ഞങ്ങൾ ഉപദ്രവിക്കുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്. അവിടെയുള്ള മുസ്ലിങ്ങൾ എല്ലാവരും കൂടിയിട്ടപ്പോൾ പശു സംരക്ഷകരായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പം എവിടെ കണ്ടാലും പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരൊരു കാര്യം തീരുമാനിച്ചു, ഇനി പശുവിനെ വളർത്തണ്ട, പശുവിനെ വാങ്ങിക്കണ്ട, പശുവിനെ വെക്കണ്ട, ഒന്നും വേണ്ട, ഈ പരിപാടി നമുക്ക് നിർത്തിക്കളയാം. പശുവുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സും നിർത്താം, നമുക്ക് ആടുകളെ അറക്കുകയും മറ്റൊക്കെ ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ ഈ പറയുന്ന ആളുകളുടെ ശല്യം സഹിക്കാൻ പറ്റും. ഈ തീവ്ര ഹൈന്ദവതയുടെ ആ ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളുകളെ ശല്യം സഹിക്കുകയായിട്ട് ഇത്തവണ നമുക്ക് ആടുകൾ അറക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ബക്രീദിന് ആടുകൾ സൂക്ഷിച്ച ഒരു മുസ്ലിം ഹൗസിലേക്ക്, ഒരു കോളനിയിലേക്ക് പന്നിയുമായിട്ട് ചെല്ലുകയാണ് അവിടുത്തെ ഈ തീവ്ര ഹൈന്ദവ ആൾക്കാർ. അറിയാം, പന്നി ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് അവരതിന് കഴിക്കില്ല. അതിന് തൊടാം, അതിന് ചിലപ്പോൾ അവർ അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരിക്കും, അതിനെ കാണുന്നുണ്ടായിരിക്കും, സംരക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ അവരതിനെ കൊന്നു തന്നില്ല. അവർക്കത് വിലക്കപ്പെട്ടതാണ്. ഇസ്ലാമിക ആചാരപ്രകാരം അതൊരു വിലക്കപ്പെട്ട ഭക്ഷണമാണ്, അതുകൊണ്ട് കഴിക്കുന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെ തന്നെ വിലക്കപ്പെട്ടതെന്നല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം, അതുവരെ കഴിച്ച് ശീലമില്ലാത്തൊരു ഭക്ഷണം ചിലപ്പോൾ നമ്മൾ കഴിക്കില്ല. അതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ പന്നി തീരെ കഴിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒളിഞ്ഞും പതിഞ്ഞൊക്കെ ചില ആളുകൾക്ക് അത് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടമായിട്ട് അത് കഴിക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ വേറെ കാര്യം. എന്തായാലും അവർ വിശ്വസിക്കുന്നതും അവർ പുലർത്തി പോകുന്നതും ഈ പന്നി കഴിക്കില്ല എന്നതാണ്. ആ ഒരു മുസ്ലിങ്ങൾ പാർത്ത് നടക്കുന്ന, ഒപ്പം തന്നെ അന്നത്തെ ബക്രീദിന് വേണ്ടിയിട്ട് അറക്കാൻ വെച്ചിരിക്കുന്ന ആടുകളുടെ ഇടയിലേക്ക് ഒരു പന്നിയെ കൂടി കൊണ്ടുപോയിടുകയാണ് അവിടെയുള്ള തീവ്ര ഹൈന്ദവ ആൾക്കാർ. മനഃപൂർവ്വം. ഇതെന്തിനാ? കലാപം ഉണ്ടാക്കാൻ, അവർക്കിടയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ചില ഏർപ്പാടുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ഇത് എന്താവശ്യത്തിന്? അവിടെയുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഒരു പശുവിനെ അവിടെ വെച്ച് അറുത്ത് തിന്നതിൻ്റെ വല്ല കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ വല്ല വാർത്തയും വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറുന്നു, അതിക്രമിച്ച് കയറുന്നു, അവൻ്റെ പശുവിനെ വെട്ടിക്കൊന്നു കളയുന്നു, ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഈ ഒരു പന്നിക്കുട്ടിയും കൊണ്ടുപോയിട്ട് ആ മുസ്ലിങ്ങളെ സ്ഥലത്തേക്ക് കയറാൻ നോക്കുന്നത്? അത് അവിടുത്തെ പോലീസുകാർ പിന്നാലെ പോയിട്ട് അതിനെ എടുത്തിട്ട് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആ പോലീസുകാരൻ അതെടുത്ത് ഓടുകയാണ്. കണ്ടില്ലേ? ഒരു മൃഗത്തെ വെച്ചിട്ടാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത്. ഇതൊരിക്കലും ആ ഒരു പശു എന്ന മൃഗത്തിനോട് അപാരമായിട്ടുള്ള സ്നേഹം ഉണ്ടായത് കൊണ്ടല്ല. എങ്ങനെയാണ് മുസ്ലിങ്ങളെ ആക്രമിക്കേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുമ്പോഴോ അവരുടെ മുമ്പിലേക്ക് കിട്ടുന്ന ഏക മാർഗത. അതുകൊണ്ടാണ് അവർ ഇത്തവണ തീരുമാനിച്ചത്. അതൊരു ഗംഭീര തീരുമാനമാണ്, ഒരു വണ്ടർ തീരുമാനം എന്നുള്ളത് ഒരു രക്ഷയില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അവിടുത്തെ ഈ ഒരു പശുക്കളെയും കാളകളെയും എരുമകളെയും പോത്തിനെയൊക്കെ വളർത്തി ജീവിച്ചിരുന്ന ഹിന്ദുക്കൾക്ക് തന്നെയാണ് അടികിട്ടിയത്. ഈ ബക്രീദിനായിരുന്നു അവർ കാളകളെയും പോത്തുകളൊക്കെ വിൽക്കുക, മുസ്ലിങ്ങൾക്ക് വിൽക്കുക. അപ്പോ അത് വിൽക്കുക മാത്രമല്ല, വിറ്റവർ കൊണ്ടിട്ട് അറക്കാൻ പറ്റണ്ടേ? അറക്കുന്നതിന് മുമ്പ് ഈ പാവം മുസ്ലിങ്ങൾ അവിടുത്തെ ഈ തീവ്ര ഹൈന്ദവ ആൾക്കാർ തടഞ്ഞു വെച്ചിട്ട് അറുത്ത് കളയും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ പരിപാടി വേണ്ടെന്ന് തന്നെ അവരങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷന്മാരാണ്. കാരണം ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓ, ആ മനുഷ്യന്റെ കണ്ണൊക്കെ നോക്കിയേ. ഇതെന്താ മനസ്സിലായോ? ഈ പറയുന്ന ഗോരക്ഷ ആൾക്കാര് ഈ മുസ്ലിങ്ങൾ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പശുവിനെ കടത്തിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് തല്ലൊരു വിധമാക്കിയിട്ട് ഇനി അവന്റെ അഭിമാനത്തോടുള്ള ഒരു പ്രസംഗമുണ്ട് ആ നാറയുടെ. नंबर 1 बात 15 तारीख ने एक पंचायत हुई थी भाई साहब मेवात में, और उस पंचायत में भी 24। മനസ്സിലായില്ലേ? ഈ മുസ്ലിങ്ങളാണത്. അവർക്കാണ് ഈ പശുക്കളൊക്കെ മറ്റും വിൽക്കുന്നത്. അവരത് കൊണ്ടുപോയിട്ട് വേറെ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ ഇതേ പഹയന്മാരെന്ന് തടുക്കുന്നു, അടിക്കുന്നു, തീർക്കുന്നു. അതോടുകൂടിയിട്ടാണ് അവർ തീരുമാനിച്ചത് ഇനി ഈ പരിപാടി വേണ്ട, പശുക്കളുമായി ബന്ധപ്പെട്ട ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട കച്ചവടം അങ്ങോട്ട് നിർത്താം. നിങ്ങൾ വളർത്തുക, നിങ്ങൾ പൂജിക്കുക, നിങ്ങൾ 4 നേരം പൂജിച്ചോളി, എന്താ ചെയ്ക്കോളി, ഞങ്ങൾക്ക് നിങ്ങളെ മൃഗങ്ങളെ വേണ്ട. മരിക്കാൻ വയ്യാത്തോണ്ടാണ്, ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കണം. അതുകൊണ്ട് നിങ്ങളെ മൃഗങ്ങളെ ഞങ്ങൾക്ക് തരണ്ട. നിങ്ങൾ മാത്രം കമ്പനി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ എന്താ പറയുക, അതിനിപ്പോൾ ചത്തുപോയട്ടെ, നിങ്ങൾ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് കളിച്ചോളി, ഞങ്ങൾക്ക് എന്തായാലും ഈ പരിപാടി വേണ്ട എന്ന് തീരുമാനിച്ചു. മനസ്സിലാവുന്നുണ്ടാ? അതങ്ങനെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി ഇത്തവണ ഞങ്ങൾ ആടിനെ മാത്രമേ അറക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെയും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക. ആ ആടുകളുടെ ഇടയിലേക്ക് പന്നിക്കുട്ടീനിട നോക്കുക. ഒന്നാലോചിച്ച് നോക്കി. ഈ നാടിനെ ആ ഒരു എന്താ പറയുക നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉത്തരേന്ത്യൻ ആ പ്രദേശത്തെ നമ്മളെ കേരളത്തിലേക്ക് പോലുള്ള ഒരു ചിന്തിക്കുന്ന നാട്ടിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ ഇനി എത്ര കാലം പണിയെടുക്കണം എന്ന് ആലോചിച്ച് നോക്കി. എത്ര കാലം പണിയെടുക്കേണ്ടി വരും? അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ചട്ടമ്പി സ്വാമിയെ പോലുള്ള ആളുകളൊക്കെ ഇനി ജനിച്ചിട്ട് വേണം. അത് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ആ പ്രദേശത്ത് ഉണ്ടാവുന്നുള്ളത്. അത്രയേറെ മതം തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബൈ.